പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 2020 സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞ, പിങ്ക് എന്നീ റേഷൻ കാർഡ് ഉടമകൾക്ക് എന്തെല്ലാം റേഷൻ വിഹിതങ്ങളാണ് ലഭ്യമാകുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ മഞ്ഞ കാർഡ് ഉടമകളിലേക്ക് വരുമ്പോൾ അവർക്ക് സെപ്റ്റംബർ മാസത്തിൽ കാർഡിന് 30 കിലോഗ്രാം അരിയും 5 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ 1 കിലോഗ്രാം പഞ്ചസാര 21 രൂപക്കും ലഭിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ട് ലഭ്യമാകും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോഗ്രാം പയർ അല്ലെങ്കിൽ കടല എന്നിവ സൗജന്യമായിട്ടാണ് ലഭ്യമാകുന്നത്. ചില മഞ്ഞ കാർഡ് ഉടമകൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ഈ ഒരു കടല ലഭ്യമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ലഭ്യമാകാത്തവർക്ക് ഈ ഒരു മാസം 2 കിലോഗ്രാം അഥവാ ഈ മാസത്തെ കടലയും കഴിഞ്ഞ മാസത്തെ കടലയും ചേർത്ത് 2 കിലോ കടല അതല്ലെങ്കിൽ പയർ ഇതാണ് ഈ മാസം നിങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് കേരള സർക്കാർ ഉറപ്പു നൽകുന്നത്. ഇനി പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകളിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ലഭ്യമാകുന്നത് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും കിലോക്ക് 2 രൂപ നിരക്കിലാണ് അവർക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മഞ്ഞ കാർഡ് ഉടമകളോട് പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോഗ്രാം പയർ അല്ലെങ്കിൽ കടല തീർത്തും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇത് കഴിഞ്ഞ മാസത്തിൽ ആർക്കെങ്കിലും ലഭ്യമായിട്ടില്ല എങ്കിൽ അതും ചേർത്ത് ഈ മാസം 2 കിലോഗ്രാം കടല അതല്ലെങ്കിൽ പയർ ഇതാണ് ലഭ്യമാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമാകുന്ന വിഹിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇനി വരും ദിവസങ്ങളിൽ 4 മാസത്തേക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അപ്പോൾ അതും കൂടി ഈ മാസം വിതരണം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് തീർത്തും സൗജന്യമായി തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് നേരത്തെ തന്നെ സമകാലികം എന്ന ഈ ചാനലിലൂടെ എത്തിക്കുന്നതാണ്. അതിനായി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.